ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളം നാളെ വിധിയെഴുതും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 20 മണ്ഡലങ്ങളിലായി 2.77 കോടി വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 2.77 കോടി വോട്ടർമാർ 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർ ഇതുമായി അതത് ബൂത്തുകളിലേക്ക് തിരിച്ചു. രാത്രിയോടെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാകും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. കനത്ത സുരക്ഷയാണ് എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ചും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തയ്യാറാക്കിയ ASD മോണിറ്റർ ആപ്ലിക്കേഷനിലൂടെ നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തയ്യാറാക്കിയ ASD മോണിറ്റർ ആപ്ലിക്കേഷനിലൂടെ നിരീക്ഷിക്കും. കടുത്ത ചൂട് തുടരുന്ന ജില്ലകളിൽ വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ വൈദ്യസഹായവും ലഭ്യമാകും. സുരക്ഷാ ക്രമീകരണത്തിന് 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പാലക്കാട് ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. 2000 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെയും നിയോഗിച്ചിട്ടുണ്ട്. കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ ബൂത്തുകളിൽ കുടിവെള്ളവും വരാന്തകളില്ലാത്ത 973 പോളിംഗ് സ്റ്റേഷനുകളിൽ പന്തലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ 13,98,143 വോട്ടർമാരും ആലത്തൂരിൽ 13,38,165 വോട്ടർമാരുമാണുള്ളത്. 2 മണ്ഡലങ്ങളിലുമായി 2,485 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ജില്ലയിൽ 128 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. കോങ്ങാട് 6, മണ്ണാർക്കാട് 53, മലമ്പുഴ 28, ഷൊർണൂർ 8, ഒറ്റപ്പാലം 4, പാലക്കാട് 7, തരൂർ 12, നെന്മാറ 10 വീതം ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ളത്. 58 മാവോയിസ്റ്റ് ഭീഷണിയുള്ളതും 70 പ്രശ്നബാധിത ബൂത്തുകളുമായി ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.